അവിടെ അച്ഛൻ ഈ വീടിന്റെയും പറമ്പിന്റെയും കച്ചവടം ഉറപ്പിക്കുക. നീയും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല്. അച്ഛൻ ചിലപ്പോ കള്ളക്കളി കളിച്ച് നിങ്ങളെ പറ്റിച്ചാലോ എന്ന് ഇവക്കൊരു പേടി. സാധാരണ ഇവക്ക് എന്തെങ്കിലും പറ്റിയ രാജു ഓടിക്കത് ചെത്തുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളേ. അത് കറക്റ്റാ. എനിക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ട്. എന്നിട്ട് എന്താ അച്ഛാ അവളെ പോലീസുകാരെ പിടിച്ചോണ്ട് പോയെന്ന് അറിഞ്ഞിട്ടും രാജു സ്റ്റേഷനിൽ പോവാത്തെ? അതെങ്ങനെ ചെല്ലും? വീഡിയോ ലീക്ക് ചെയ്ത് അത് വൈറലായതുകൊണ്ട് അവൻ അങ്ങനെ സ്ട്രെയിറ്റ് ആയി പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുമോ മോളെ? ഓ, ഇവനല്ലേ വർമ്മയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ആ പരിസരത്ത് അടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പണി ശരിക്കും ഏറ്റിട്ടുണ്ടല്ലേ അച്ഛാ? പിന്നെ ഏക്കാതിരിക്കാൻ പറ്റുമോ? ഏൽപ്പിക്കാൻ വേണ്ടിയല്ലേ എന്റെ പൊന്നു മോളെ നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നേ. ഈ 2 വീടുകളും ഇപ്പൊ നന്നായി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ കുടുംബങ്ങൾ തമ്മിൽ ചേരില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛാ? ഇനിയാണ് പതുക്കെ പതുക്കെ നീ നിന്റെ സ്വരൂപമെടുക്കേണ്ടത്. അത് അംബികയെ അറിയിക്കേണ്ട സമയമായി. അപ്പൊ പതുക്കെ തുടങ്ങിക്കോട്ടെ. പിന്നെന്താ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. You are most welcome. Your father is strong behind you. ആര്? എന്ത് വേണം? ഞാൻ വേണുവേട്ടനെ കാണാൻ വന്നതാ. ഇവിടെ ഉണ്ടോ? ഞാൻ ബ്രോക്കർ രാമകൃഷ്ണനാ. അച്ഛൻ ഇവിടെ ഉണ്ട്, ഞാനിപ്പോ വിളിക്കാം. വേണുവേട്ടാ. രാമകൃഷ്ണ, ഇരിക്കടോ. ചേട്ടാ, നിങ്ങളൊന്ന് പെട്ടെന്ന് ചെല്ല്. അവിടെ അച്ഛൻ ഈ വീടിന്റെയും പറമ്പിന്റെയും കച്ചവടം ഉറപ്പിക്കുക. നീയും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല്. അച്ഛൻ ചിലപ്പോ കള്ളക്കളി കളിച്ച് നിങ്ങളെ പറ്റിച്ചാലോ എന്ന് ഇവക്കൊരു പേടി. അമ്മ, എനിക്കൊരു പേടിയൊന്നുമില്ല. നിനക്ക് പേടിയുണ്ടാവില്ല, കാരണം നീ ഞങ്ങളുടെ മകനല്ലല്ലോ. സ്വന്തം മകൾക്കാ മാതാപിതാക്കളെ പേടി. അമ്മ വെറുതെ എന്നെ സംശയിക്കുക. ആ ബ്രോക്കർക്ക് ചായയോ മറ്റോ കൊടുക്കണമെന്ന് ഞാൻ ജേട്ടനോടൊന്ന് ചോദിക്കാൻ വന്നതാ. ഈ അമ്മയുടെ അടുത്ത് വിളച്ചിലൊന്നും പറ്റില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഇപ്പോ വസ്തു കച്ചവടമൊന്നും നടക്കുന്നില്ല വേണുവേട്ടാ. പണ്ടത്തെ പോലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊന്നും വെട്ടിക്കാൻ പറ്റുന്നില്ല. രാമകൃഷ്ണ, ബ്രോക്കർ എന്ന നിലയ്ക്ക് നീ വില പറയില്ലടാ. സത്യം ഞാൻ പറഞ്ഞില്ലേ, കാശിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ മുതലെടുക്കല്ലേ. നമ്മൾ തമ്മിൽ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ. കറക്റ്റ് വില ഞാൻ പറയാം. ബാർഗെയിനൊന്നുമില്ല. സെന്റിന് 2.5 ഞാൻ എടുത്തോളാം. വീട് ഉൾപ്പെടെ 35 ലക്ഷം. രൊക്കം കാശ്. സമ്മതിച്ച നാളെ രജിസ്ട്രേഷൻ. സമ്മതിച്ചു. ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ലല്ലോ. നാളെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അഡ്വാൻസിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു ഉറപ്പ്. ദാ, ആധാരത്തിന്റെ കോപ്പി വേണോട്ട് എനിക്ക് നേരത്തെ തന്നതല്ലേ? അതൊന്നു. അപ്പോഴേ ഞാൻ ഇപ്പൊ തന്നെ എഴുതിക്കാൻ കൊടുക്കാം. ഇറങ്ങട്ടെ. ശരി ശരി. വേണോട്ടാ, വീട് കച്ചവട ഐഡി 35 ലക്ഷത്തിന്. ഇനി ഇത് വീതിക്കണമല്ലോ. എന്തായാലും 20 വേണം.
വീടിന്റെ പണി തീരണമെങ്കിൽ അത് കിട്ടണം. കൊടുത്തേക്കച്ച. ചേച്ചിക്കും ചെയ്യട്ടനും ഒരു വീടെങ്കിലും ഉണ്ടാവുമല്ലോ. പടി ഈ രണ്ട് വീടുകളും ഇപ്പൊ നന്നായി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ കുടുംബങ്ങൾ തമ്മിൽ ചേരില്ല. ഇനിയാണ് പതുക്കെ പതുക്കെ നീ നിന്റെ സ്വരൂപമെടുക്കേണ്ടത്. യാമിനി, പ്രതാപേട്ടാ ഒരു കോഫി എടുക്കുക. ആ നിറികെട്ട പെണ്ണ് പ്രതാപേട്ടന് കോഫി കൊടുത്തില്ലല്ലേ? ഒരു കപ്പ് കോഫി വേണമെങ്കിൽ വിളിച്ചു വേണ്ട അവസ്ഥയായി. സോറി പ്രതാപേട്ടാ, കല്യാണം കഴിച്ചു വന്നപ്പോ ആ നന്ദനെ പ്രഖ്യാപിച്ചതാ. വല്യമ്മാവനും അമ്മയ്ക്കും അവളുടെ ഒരു ദീപുവിനും അവള് തന്നെ ബെഡ് കോഫി കൊടുക്കാന്ന്. അവള് തന്നിട്ടുണ്ടാവുന്ന ഞാനോ കരുതി. കല്യാണം കഴിച്ച് വന്നപ്പോഴല്ലേ? അന്ന് അവള് പുത്തൻസിയായിരുന്നു. ഇന്നങ്ങനല്ലോ യാമിനി. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം പ്രതാപേട്ടാ. പ്രതാപേട്ടാ, നിങ്ങളെന്താ എന്നെ സ്കാൻ ചെയ്യാണോ? നീ എന്നും ചെയ്യുന്ന കാര്യം ഇന്നെന്താ ചെയ്യാറുന്നേ? മനസ്സിലായില്ല. കിച്ചണിൽ വന്ന് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കില്ലാതെ ചെയ്യണമെന്നാ പറഞ്ഞേ. നീ ഇന്ന് പ്രതാപേട്ടന് ബെഡ് കോഫി കൊടുക്കാഞ്ഞത് എന്താന്ന്? എനിക്ക് സൗകര്യമില്ല കൊടുക്കാൻ. എന്താ? ഞാനിവിടുത്തെ സെർവൻ്റ് ഒന്നും അല്ല. മൈൻഡ് ഇറ്റ്.